മേജർ സംഘം ഒരു വീട്ടിൽ ചെന്നാൽ ഇരിക്കുന്ന പറഞ്ഞ അകത്ത് കയറിയിരുന്ന് ഉത്സവമാണ്, നോട്ടീസ് ജസ്റ്റ് കൊടുക്കുക, 1000, 1500, 2000 കേസുകളാണ്. അപ്പോൾ വൈകുന്നേരം തിരിച്ച് അമ്പലത്തിൽ വന്ന് കണക്കെടുക്കുമ്പോൾ എപ്പോഴും ഞങ്ങളുടെ സംഘം ഒരു 10,000 രൂപ പിരിക്കും. അത് ആ ലെവലിലുള്ള ആൾക്കാരെ കാണുന്നതുകൊണ്ടാണ് മറ്റൊരു 5, 4 ആയിരിക്കും കൊണ്ടുവരുന്നത്. ഈ ഞങ്ങളുടെ സംഘത്തിന്റെ ലീഡർ ഒരു ഗോപിച്ചേട്ടനുണ്ട്. ഗോപി എന്ന് പറയുന്ന ആള് അമ്പലത്തിൽ ജനിച്ച് ജീവിക്കുന്ന ഒരു അമ്പലജീവിയാണ്. പിരിവിന് പോകുമ്പോൾ തന്നെ ഷർട്ട് ഇടുകയല്ല, ഒരു കസവ് വേഷ്ടി സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. പിന്നീട് പുള്ളിക്ക് തലമുറിയൻ ഗോപി എന്ന് പേര് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് അധികാരം എല്ലായിടത്തും. അമ്പല കമ്മിറ്റി ആയിട്ട് ചെന്ന് കയറുകയൊക്കെ ചെയ്യാം. ഒരു വീട്ടുകാര് അവിടുന്ന് പോയി മക്കള് വിദേശത്തേക്ക് പോയിട്ട് ഈ അച്ഛനെയും അമ്മേനെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഈ വീട് വാടകയ്ക്ക് കൊടുത്തു. ഇത് വാടകയ്ക്ക് കൊടുത്ത വിവരം ഗോപിച്ചേട്ടൻ അറിഞ്ഞില്ല. ഞങ്ങൾ ആ വീട്ടിൽ ചെന്ന് പുറത്ത് നിന്നിട്ടും ഗോപിച്ചേട്ടൻ അധികാരത്തോടു കൂടി ഡോറ് തുറന്ന് അകത്തേക്ക് കയറി അടുക്കള വരെ ചെന്നു. അടുക്കളയിൽ ഒരു ചേച്ചി ദോശ ഉണ്ടായിക്കൊണ്ട് നിൽക്കുമ്പോൾ ഷർട്ട് ഇടാതെ ഒരാൾ അടുക്കള വരെ നിൽക്കുന്നു. ആ ദോശ വരത്തുന്ന സാധനം കൊണ്ട് നെറ്റിക്കിട്ടൊരു ഇവിടെ ഒരു വെട്ടുപാടുമായിട്ട് വന്നു. പിറ്റേ ദിവസം പിരിവിന് പോയപ്പം ഒരു വീട്ടിൽ ഈ കോളിമ്പല്ലിന് പകരം പുറത്തൊരു നല്ല മണി കെട്ടി തൂക്കിയിട്ടുണ്ട്. എനിക്ക് ആയിട്ടുണ്ട് മണി ഇങ്ങനെ അടിക്കാം. അപ്പൊ ഞാൻ അടിക്കുന്നതിന് ഇച്ചിരി പൊക്കക്കുറവുണ്ട് ഈ ഗോപിച്ചേട്ടന്. പുള്ളി ചാടി മണി അടിച്ചപ്പോ ആ മണിയോടുകൂടി പറഞ്ഞ് നെറ്റിയിൽ വീണിട്ട് ഇവിടെ ഒരു മുറിവും കൂടെ വന്നു. അപ്പൊ നെറ്റിക്ക് ഒരു വെട്ട്, ഇവിടെ ഒരു മണി, ഇതായിട്ട് ഉത്സവമായി. ഉത്സവമായ സമയത്ത് ഗോപി ട്രാഫിക് കൺട്രോൾ ഏറ്റെടുക്കും. എല്ലാം ഈ താലപ്പൊലി പെണ്ണുങ്ങൾ ഇങ്ങനെ കാവടി താലപ്പൊലിക്ക് വരുമ്പോ ഫുൾ കൺട്രോൾ ഗോപിയ. ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ എണ്ണ വിതരണം, കാര്യങ്ങൾ, അത് ഇത് ട്രാഫിക് കൺട്രോൾ ചെയ്ത് 2 ബസ്സൊക്കെ കൊണ്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവും. ഉത്സവം കഴിഞ്ഞേ പോകാൻ പറ്റുള്ളൂ. അതുപോലെ കൺട്രോൾ ചെയ്യുന്ന ആളായ ഗോപി. ആ പുള്ളി ഇങ്ങനെ തിരക്കിനിടയിൽ എല്ലാ പെണ്ണുങ്ങളുടെയും താലപ്പൊലിയിലെ വിളക്കിന്റെ തിരി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, കത്തുന്നില്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് സാധനങ്ങൾ, ചെറിയ കോമഡി സാധനങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ ഇടയിൽ കൂടി ഇങ്ങനെ നുഴഞ്ഞ് ഓടി നടക്കുന്നതിനിടയിൽ ഈ കാവടിക്കാർ വന്നിട്ട് ഈ വണ്ണമുള്ള പലക വെച്ചിട്ട് കാവടി, ഈ പൊക്കമുള്ള വലിയ കാവടി വെച്ചിട്ട് കറങ്ങും. ഒരു 5-6 കറക്കമാണ് ഇവര് കാവടിയെ കറക്കുള്ളൂ. പിന്നെ കാവടി ഇവരെയാ കറക്കുന്നത്. ഇവര് പിടിവിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുക മേളത്തിനനുസരിച്ച്. പിടിവിട്ട് കറങ്ങുന്നതിന്റെ ഇടയിൽ കൂടെ ഈ ഗോപി പോകാൻ നോക്കി ഈ വണ്ണമുള്ള ഒരു പലക ഈ സൈഡിട്ട് ഒരടിയും കൂടെ ഗോപി ചേട്ടന് കിട്ടി. ഇപ്പൊ എനിക്കിവിടെ അഭിനയിച്ച് കാണിക്കാൻ സാധിക്കില്ല. തലക്കിട്ട് കിട്ടി ഉടനെ എന്തായാലും പറ്റിയോന്നൊന്ന് ചോദിച്ചേക്കണം കേട്ടോ. നല്ല മേളത്തിൽ ഗോപി പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി, എന്തെങ്കിലും പറ്റിയോ? അതുപോലെ ബോധം കെട്ട് വീണ് എല്ലാരും കൂടെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. ഒറ്റ ഉത്സവത്തിന് തലമുറിയൻ ഗോപി എന്ന് പേര് വന്നു.